ഹായ് കൂട്ടുകാരെ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. പ്രകൃതിദത്തം എന്ന വാക്ക് കേട്ടാൽ ഏത് കൊടും വിഷവും മടി കൂടാതെ കഴിക്കും എന്ന അവസ്ഥയിലാണ് നമ്മളിൽ പലരും. ഏത് സാധനവും എത്ര വേണമെങ്കിലും കഴിക്കാമെന്ന ചിന്തയാണ് ഇന്നത്തെ സമൂഹത്തിനുള്ളത്. കാരണം പ്രകൃതിയിൽ നിന്നുള്ള എല്ലാം വിഷമുക്തമാണെന്ന് കണ്ണുമടച്ച് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. അങ്ങനെ പല സാധനങ്ങളും പ്രകൃതിദത്തം എന്ന ലേബലിൽ ഒരു ശാസ്ത്രീയ അടിത്തറയുമില്ലാതെ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടതാനും. പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന എല്ലാ വസ്തുക്കളെയും അളവില്ലാതെ കഴിക്കുന്നത് അത്ര നല്ല രീതിയല്ല. ഇത്തരത്തിൽ കേട്ട ഒരു സന്ദേശമാണ് കൊളസ്ട്രോൾ കുറയ്ക്കാൻ പ്രകൃതിദത്ത പരിഹാരമാണ് ഇരുമ്പൻ പുളിയെന്ന്. നമ്മുടെ നാട്ടിലെ ഒട്ടുമിക്ക വീടുകളിലും ഉള്ളതും എന്നാൽ പലരും അധികം ഉപയോഗിക്കാത്തതുമായിട്ടുള്ളൊരു ഫലമാണ് ഇരുമ്പൻ പുളി. അല്പം പുളിയോടുകൂടിയും എന്നാൽ ചെറിയൊരു ചവർപ്പുമുള്ള ഈ ഒരു പുളി നമ്മളെല്ലാവരും അച്ചാറായിട്ട് കഴിക്കാറുണ്ട്. എന്നാൽ ഇപ്പോൾ പൊതുവെ കണ്ടുവരുന്ന അല്ലെങ്കിൽ കേൾക്കുന്ന ഒരു കാര്യമാണ് പ്രമേഹം കുറയ്ക്കാൻ അല്ലെങ്കിൽ കൊളസ്ട്രോൾ കുറയ്ക്കാൻ, രക്തസമ്മർദ്ദം കുറയ്ക്കാൻ ഈ ഇരുമ്പൻ പുളിയുടെ ജ്യൂസ് കുടിക്കുന്നത് നല്ലതാണെന്ന്. ഇരുമ്പൻ പുളി, ചീമപ്പുളി, പുളിഞ്ചിക്ക എന്നിങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്ന ഈ ഒരു ഫ്രൂട്ട് ശരിക്കും അപകടകാരിയാണോ? ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് നോക്കാം. അതിനു മുമ്പ് എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന എൻ്റെ കൂട്ടുകാരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഇതിനെ നമ്മൾ ഇംഗ്ലീഷിൽ വിളിക്കുന്നത് ബിലിംബി ഫ്രൂട്ട് എന്നാണ്. ഒരു 100 ഗ്രാം ഇരുമ്പൻ പുളി കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലേക്ക് കയറുന്ന കലോറി 30 കാർബോഹൈഡ്രേറ്റ് 3 ഗ്രാം, പ്രോട്ടീൻ 1.3 ഗ്രാം, ഫാക്റ്റോ തീരെയില്ല, ഫൈബർ 3 ഗ്രാം ഉണ്ട്. ഫൈബർ നല്ല രീതിയിൽ അടങ്ങിയിട്ടുണ്ട് ഇരുമ്പൻ പുളിയിൽ. അതുകൊണ്ടാണ് പലരും ഇത് പ്രമേഹത്തിന് നല്ലതാണ് എന്ന് പറയുന്നത്. പക്ഷേ അമിതമാകുമ്പോഴാണ് ഇത് പ്രശ്നമാകുന്നത്. ഇതുപോലെ തന്നെ വൈറ്റമിൻ സി, വൈറ്റമിൻ B1, B2, B3, അയൺ, ഫോസ്ഫറസ്, കോപ്പർ ഇത് എല്ലാം നല്ല രീതിയിൽ ഈ ഇരുമ്പൻ പുളിയിൽ അടങ്ങിയിട്ടുണ്ട്. ഇതുകൂടാതെ ഇതിൽ ഓക്സലേറ്റ് എന്നൊരു സാധനം കൂടി അടങ്ങിയിട്ടുണ്ട്. ഈ ഓക്സലേറ്റ് കൂടിക്കഴിഞ്ഞാൽ ഈ ഓക്സലേറ്റും കാൽസ്യവും ചേർന്ന് കാൽസ്യം ഓക്സലേറ്റ് ആയിട്ട് മാറുന്നു. ഇത് വൃക്കയിൽ ധാരാളം കല്ലുകൾ ഉണ്ടാക്കും. ഇരുമ്പൻ പുളി എങ്ങനെ കിഡ്നി തകരാറിലാക്കുമെന്ന് നോക്കാം. പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്നു എന്നതുകൊണ്ട് മാത്രം ഒരു വസ്തുവും ആരോഗ്യം പ്രദാനം ചെയ്യുന്നില്ല. ഇരുമ്പൻ പുളിയിൽ മറ്റു പഴവർഗ്ഗങ്ങളെ അപേക്ഷിച്ച് 10 മടങ്ങ് കൂടുതലാണ് ഓക്സലേറ്റ് എന്ന വില്ലൻ. സ്ഥിരമായി ജ്യൂസ് കുടിക്കുമ്പോൾ ജ്യൂസിൽ നിന്നും ആഗിരണം ചെയ്യപ്പെടുന്ന അമിതമായ ഓക്സലേറ്റ് ശരീരം പുറന്തള്ളുന്നത് കിഡ്നി വഴിയാണ്. കിഡ്നി വഴി പുറന്തള്ളപ്പെടുന്ന ഈ ഓക്സലേറ്റ് കിഡ്നി നാളികളിൽ അടിഞ്ഞുകൂടുന്നതാണ് കിഡ്നിയുടെ പ്രവർത്തനം തകരാറിലാവാൻ പ്രധാന കാരണം. വലിയ അളവിൽ അമിതമായി കഴിക്കുമ്പോഴാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ദിവസവും 1 ഗ്ലാസ് ഇരുമ്പൻപുളി ജ്യൂസ് കുടിച്ച ഒരു വ്യക്തിയെ ഡോക്ടർ പരിശോധിച്ചപ്പോൾ ക്രിയാറ്റിൻ്റെ അളവ് വളരെ ഉയർന്നിരിക്കുന്നു. ആ വ്യക്തിയുടെ 2 വൃക്കകളും തകരാറിലായി. ഇതുപോലെയുള്ള 10 രോഗികൾ ഇരുമ്പൻപുളി ജ്യൂസ് കുടിച്ച് കിഡ്നി ഫെയിലിയർ ഉണ്ടതായി ഇന്ത്യൻ കിഡ്നി ജേണലിൽ റിപ്പോർട്ടുണ്ട്. ആ 10 പേരും കേരളത്തിൽ നിന്നുള്ളവരാണ്. കേരളത്തിലെ പല ഹോസ്പിറ്റലിലും ഇത്തരം കേസും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ചിലർ ഈ ഇരുമ്പൻ പുളി മീൻ കറികളിലിട്ട് കഴിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതുപോലെ അച്ചാറാക്കി കഴിക്കുന്നവരുണ്ട്. ഉണക്കിയതിന് ശേഷം അച്ചാറിട്ട് കഴിക്കുന്നവരുണ്ട്. എന്നാൽ അമിതമായി സ്ഥിരമായി കഴിക്കരുത് എന്ന് മാത്രമാണ് പറയുന്നത്. ദോഷങ്ങൾ ഉള്ളതുപോലെ തന്നെ ഈ ഇരുമ്പൻ പുളിക്ക് ഗുണങ്ങളും ഉണ്ട്. 1-2 ഇരുമ്പൻ പുളി കഴിച്ചു എന്നതുകൊണ്ട് തന്നെ ഒന്നും സംഭവിക്കുന്നില്ല. അമിതമായി ജ്യൂസാക്കി സ്ഥിരം കഴിക്കുന്നവരിൽ മാത്രമാണ് ഇങ്ങനെയുള്ള സാധ്യതകൾ കണ്ടുവരുന്നത്. പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന നമുക്ക് കഴിക്കാവുന്ന എല്ലാ വസ്തുക്കളുടെയും ഗുണങ്ങളും ദോഷങ്ങളും അറിഞ്ഞതിനു ശേഷം മാത്രം കഴിക്കുക. നമ്മൾ കഴിച്ചതിനു ശേഷം നമ്മളുടെ ശരീരഭാഗങ്ങളിൽ എവിടെയെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോഴല്ല നമ്മളതിൻ്റെ ദോഷങ്ങളെ പറ്റിയിട്ട് ചിന്തിച്ചു തുടങ്ങേണ്ടത്. ഇതുപോലെ ഒരുപാട് സാധനങ്ങൾ അമിതമായി കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ പല അവയവത്തിനും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്. സ്ഥിരമായി നമ്മൾ ആരും കഴിക്കുന്നില്ലെങ്കിൽ പോലും എല്ലാവരും ഒരിക്കലെങ്കിലും കഴിച്ചിട്ടുള്ള ഒന്നായിരിക്കും ഇരുമ്പൻ പുളി എന്ന് പറയുന്നത്. ഇതിന് ഇങ്ങനെയൊരു ദോഷവശം ഉണ്ട് എന്നുള്ളത് പലർക്കും അറിയുകയില്ല. അമിതമായി ഇരുമ്പൻ പുളി കഴിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ വൃക്കകൾ തകരാറിലാകും എന്നൊരു സത്യം മറ്റുള്ളവരിലേക്കും കൂടിയിട്ട് നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. കാരണം പലർക്കും ഇതിൻ്റെ സത്യാവസ്ഥ എന്തെന്നറിയത്തില്ല. കൊളസ്ട്രോൾ മാറാനും ഷുഗർ മാറാനും എന്ന രീതിയിൽ പലരും ഇത് ജ്യൂസാക്കി കഴിക്കാറുണ്ട്. ഇത് വലിയൊരു ആപത്താണ്. നമ്മളുടെ ശരീരത്തിലേക്ക് നമ്മൾ സ്വയം വിളിച്ചു വരുത്തുന്ന ഒരു അപകട സാധ്യത കൂടിയിട്ടാണ്.
ഇരുമ്പൻ പുളിയിൽ ഒളിഞ്ഞിരിക്കുന്ന അപകടത്തെ പറ്റിയിട്ടാണ് എൻ്റെ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്കായി ഞാൻ ഷെയർ ചെയ്തത്. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്കും കൂടിയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒപ്പം എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ ബായ്.